ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രോക്കോളി അങ്ങനെയുള്ള പച്ചക്കറി ചെടികൾക്ക് നമ്മൾ ഈ സമയത്ത് എന്ത് വളമാണ് ചെയ്തു കൊടുക്കേണ്ടത്, അത് എന്തെല്ലാം പരിചരണമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജ് കൃഷി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഈ റൗണ്ട് ഇലയുള്ളതെല്ലാം ക്യാബേജാണ് കേട്ടോ. ഈ നീളത്തിൽ ഇലയുള്ളത് കോളിഫ്ലവർ. ഈ വയലറ്റ് ഇലയുള്ളതും വയലറ്റ് ക്യാബേജിൻ്റെ തൈകളാണ്. അപ്പോൾ ഞാൻ ഇത്രയും കോളിഫ്ലവറും ക്യാബേജുമാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അതേ ഇപ്പോൾ ഈ കോളിഫ്ലവർ നമ്മൾ മുട്ടിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ ചെറുതായി വരും. ഇതേപോലെ കൂടി വരുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും പൂവിടാറായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പച്ചക്കറി നല്ല നല്ല ജൈവവളങ്ങൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ജൈവ സ്ലറികളോ അല്ലെങ്കിൽ വളങ്ങളോ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ എല്ലാവരുടെയും ഈ ഇതേപോലെയുള്ള കൃഷികൾ, ഈ ശീതകാല പച്ചക്കറികൾ ഇത്രയൊക്കെ ആയിട്ടുണ്ടാവും. ചിലരുടെ പൂവിടാറായിട്ടുണ്ടാവും, ചിലരുടെ പൂവിട്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് വൈകിയാണ് കേട്ടോ നട്ടു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്രയൊക്കെയാണ് ആയിട്ടുള്ളത്. നമ്മൾ ഈ എല്ലാവരുടെയും സംശയമാണ്, നമ്മൾ ഈ കോളിഫ്ലവർ, ക്യാബേജൊക്കെ മുട്ടിടാറാകുന്ന സമയത്ത് നമ്മൾ ഇലകൾ കൂട്ടിക്കെട്ടണോ എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാനും ആദ്യമേയൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കെട്ടി കൊടുക്കണം, ഇലകൾ കൂടി വരുന്ന സമയത്ത് നമ്മൾ കെട്ടി കൊടുക്കണം, എന്നാലാണ് ഈ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയൊക്കെ പൂവ് ആവുള്ളൂ എന്നുള്ളത്. അതുപോലെ ക്യാബേജിൻ്റെ ഇലകൾ ഇങ്ങനെ കെട്ടി കൊടുത്താലാണ് അത് കട്ടിയായിട്ട് വരുള്ളൂ എന്നുള്ളത്. അതൊന്നും അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. കട്ടിയാവാനുള്ളത് എന്തായാലും ഇത് നമ്മൾ കെട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിലും എത്രമാത്രം വലുതാവും എന്നുള്ളത് അങ്ങനെ ഇത് കെട്ടി കൊടുക്കുന്നതനുസരിച്ചിട്ടല്ല കേട്ടോ അതിൻ്റെ വലിപ്പം അറിയുന്നത്. നമുക്ക് ഉണ്ടാവാനുള്ളത് എന്തായാലും കെട്ടിക്കൊടുത്തില്ലെങ്കിലും ആയിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനിട്ട് കൊടുത്തേക്കുന്ന വളം എന്ന് വെച്ചാൽ സ്റ്റെറാമീലാണ്. സ്റ്റെറാമീൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ ഈ കടലപ്പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത വളമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാത്തിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കൂട്ടി ഇതിട്ട് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ഈ കടഭാഗം കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇതിൻ്റെ തണ്ട് കാണാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കണം. നമുക്ക് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ സെറാമീലാണല്ലോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചുവട് ഭാഗത്തോട്ട് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കാം. ഇതിൻ്റെ താഴത്തുള്ള ഇലകൾ, മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ഇലകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ചേർത്ത് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് ഉള്ള കളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുക. നിലത്ത് മുട്ടിക്കിടക്കുന്ന ഇലകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ശീതകാല പച്ചക്കറികളുടെ പ്രത്യേകതയാണ് കേട്ടോ ഇത്. നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ വളമിട്ട് കൊടുക്കുക. അതിനുശേഷം മണ്ണ് കടക്കിലോട്ട് കൂട്ടി ഇട്ട് കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയുള്ളൂ കേട്ടോ. അതിൻ്റെ തണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കരുത്, മണ്ണിൽ നിന്നും പൊങ്ങി നിൽക്കരുത്. അതനുസരിച്ചിട്ട് വേണം നമ്മളിതിന് വളമിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവർ, ക്യാബേജിനെല്ലാം നമ്മൾ വളം ഇട്ട് കൊടുത്ത് എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുത്താൽ, ഇപ്പോൾ ഞാൻ സെറാമീലാണ് ഇട്ട് കൊടുത്തത്. അതിനു മുമ്പ് ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച ചാണകം കലക്കി അതിൻ്റെ സ്ലറി ഒഴിച്ച് കൊടുത്താലും മതി. നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർന്നു വരുന്ന പച്ചക്കറികളാണ് കോളിഫ്ലവറും ക്യാബേജൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിളവായി കിട്ടുന്ന പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇത് നല്ല നനവ് വേണം. അത്യാവശ്യം നല്ല രീതിയിൽ നനയ്ക്കണം. നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുക. പിന്നെ നല്ല വെയിലും വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കോളിഫ്ലവറിനും ക്യാബേജിനൊക്കെ വിളവ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ കോളിഫ്ലവറും ക്യാബേജൊക്കെ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തെ ഇടവേളകളിൽ ഇതേപോലെ വളങ്ങളിട്ട് കൊടുക്കുക. മണ്ണ് കയറ്റി ഇട്ട് കൊടുക്കുക. ചില തണ്ട് ഒരിക്കലും മണ്ണിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കരുത്. നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കൂട്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്